ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ കർത്തൃദിവസത്തിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനാ ചിന്തയോട് ചേർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കും. അവിടെ നാം ഇങ്ങനെ കാണുന്നു: അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വിചാരണ ചെയ്യുന്ന സമയമാണ്. പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശു വന്ന് നിൽക്കുമ്പോൾ പീലാത്തോസ് എല്ലാവരോടുമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ആരാധനാ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത്. എന്താണ് ആ ചോദ്യം? അവൻ ചെയ്ത ദോഷം എന്ത്? ഈ ചോദ്യം എല്ലാ മനുഷ്യ ആത്മാവിനും ബാധകമായ ഒരു ചോദ്യമാണ്. കാരണം യേശു ഒരു ദോഷവും ചെയ്തിട്ടില്ല, അല്ലേ? പീലാത്തോസ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, പീലാത്തോസെ, ഇവനല്ല ദോഷം ചെയ്തത്, എൻ്റെ കർത്താവല്ല ദോഷം ചെയ്തത്, നീയും ഞാനുമാണ് ദോഷം ചെയ്തത്. നീയും ഞാനും ചെയ്ത ദോഷത്തിന്റെ ശിക്ഷയാണ് ഇപ്പോൾ യേശു അനുഭവിക്കുന്നത്. അപ്പോൾ പീലാത്തോസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്, വളരെ റെലവൻ്റായ ചോദ്യമാണ് പീലാത്തോസ് ചോദിച്ചത്. ഇവൻ ചെയ്ത ദോഷം എന്ത്? മറ്റൊരു ആംഗിളിലൂടെ ഞാൻ ആ വിഷയം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പീലാത്തോസ് പറഞ്ഞതിന്റെ അർത്ഥം ഇവൻ പലതും ചെയ്തതായിട്ട് എനിക്കറിയാം. ഇവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് എനിക്കറിയാം, ഇവൻ കടലിന്റെ മീതെ നടന്നതായിട്ട് എനിക്കറിയാം, ഇവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർത്തിയതായിട്ട് എനിക്കറിയാം, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് എനിക്കറിയാം, അതുപോലെ മുടന്തനെ നടക്കുമാറാക്കിയതും ചെകിടന് കേൾവി കൊടുത്തതും ഊമനെ സംസാരിപ്പിക്കുമാറാക്കിയതും എല്ലാം എനിക്കറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം എനിക്കറിയാം. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച കാര്യം എനിക്കറിയാം. എന്നാൽ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം ഇവൻ ചെയ്ത ദോഷം എന്താണ്? ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ നമുക്കും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കാം, ഇവൻ ചെയ്ത ദോഷം എന്താ? പീലാത്തോസിന്റെ ശരിയായ ചോദ്യത്തിന് മതിയായ ഉത്തരം കൊടുക്കാൻ കഴിയാതെ അവിടെ കൂടി നിന്ന പടയാളികളും റോമൻ സൈന്യവും യഹൂദ മേലധ്യക്ഷന്മാരും ഇതികർത്തവ്യതാമൂഢരായി നോക്കി നിൽക്കുമ്പോൾ പീലാത്തോസ് പറയുകയാണ്, എന്താ പറഞ്ഞ? പീലാത്തോസ് അവരുടെ ഇഷ്ടത്തിന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നാം വായിക്കുന്നത്. യേശുവിൽ ഒരു തെറ്റുമുണ്ടായിട്ടല്ല. ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഇത്രയും പരിശുദ്ധനായ, ഇത്രയും നിരപരാധിയായ വേറൊരാളെ കണ്ടുകിട്ടുക അസാധ്യമാണ്. അങ്ങനെയുള്ള യേശുവിനെ, അങ്ങനെയുള്ള ക്രിസ്തുവിനെ പീലാത്തോസ് പുരുഷാരത്തിന്റെ ഇഷ്ടത്തിന്, അല്ലേ, അങ്ങനെയല്ലേ വായിച്ച്, അവന്റെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചുവെന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അത് 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. ഞാനൊരു വാക്ക് പറയട്ടെ, എൻ്റെ പ്രിയമുള്ളവരെ, യാതൊരു തെറ്റും ചെയ്യാത്ത, യാതൊരു കുറ്റവുമില്ലാത്ത, നമുക്കറിയാം ഇന്ത്യയിലൊരു നിയമമുണ്ട്, IPC, ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നമുക്കറിയാം, ലോകം കണ്ട ഏക നിരപരാധി, അല്ലെങ്കിൽ സാക്ഷാൽ നിരപരാധി, ആ നിരപരാധിയാണിപ്പോൾ ക്രൂശിക്കപ്പെടാനായിട്ട് പോകുന്നത്.
ലോകമനസാക്ഷിയുടെ മുമ്പിൽ ഡെമോക്ലീസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇവൻ ചെയ്ത ദോഷം എന്താണ്? ആർക്കും യേശുവിനൊരു ദോഷം കള്ളമായിട്ട് പോലും പറയാൻ കഴിയുന്നില്ല. കള്ളസാക്ഷികൾ വന്നിട്ട് ഒത്തുവന്നില്ല എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ പീഡാനുഭവങ്ങൾ, യാതൊരു കാരണവുമില്ലാതെ അനുഭവിച്ച ആ പീഡാനുഭവങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. കർത്താവേ, ഞങ്ങളെ പ്രതിയാണല്ലോ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെല്ലാ മഹത്വവും നമുക്ക് കരയേറ്റാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, പീലാത്തോസിന്റെ ശരിയായ ചോദ്യത്തിന് മതിയായ ഉത്തരം കൊടുക്കാൻ അവിടെ കൂടിയിരുന്ന് ആർക്കും സാധിച്ചില്ലല്ലോ കർത്താവ്. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അകാരണമായി യാതൊരു കാരണവും യേശുവിനെ ക്രൂശിക്കാനായിട്ടില്ല. എന്നാൽ മറ്റൊരു നിലയിൽ ചിന്തിക്കുമ്പോൾ കാരണം ഞങ്ങൾ ഓരോരുത്തരുമാണ്. ഞങ്ങളെ പ്രതി, അടിയനെ പ്രതി അവിടുന്ന് കുരിശ് ചുമന്നു, കുരിശിൽ തൂക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അടി മുതൽ മുടി വരെ അടിക്കപ്പെട്ടു. ഇതെല്ലാം സഹിച്ചത് അടിയനെ രക്ഷിക്കാനാണല്ലോ. എല്ലാ നന്ദിയും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.